അള്ളാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രവാചകന് താൽക്കാലികമായി പരാജയം നേരിട്ട യുദ്ധമാ ഉഹദ് യുദ്ധം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉഹദ് യുദ്ധത്തിൽ ധാരാളം സഹാബത്ത് ഷഹീദുകളായി, ധാരാളം അനുയായികൾ ഷഹീദായി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉഹദ് യുദ്ധത്തിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് സഹാബത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോ അതാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു മാതാവ് ഓടി വരികയാണ്. ചരിത്രത്തിൽ അവരുടെ പേര് പറയുന്നത് ഉമ്മ ഹാരിസ റളിയല്ലാഹു അൻഹാ എന്നാണ്. ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. ഹാരിസ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ മകനായ ഹാരിസ അങ്ങയുടെ കൂടെ ഉഹദ് രണാങ്കണത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും എന്റെ മകനായ ഹാരിസ വന്നില്ല നബിയേ. അവരാരും ഇവിടേക്ക് എത്തിയില്ല നബിയേ. വടിക്കണ്ണുമായി കാത്തിരുന്നിട്ടും എന്റെ ഹാരിസ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ വിഷമവൃത്തത്തിലായി. എന്റെ ഹാരിസ എവിടെ നബിയേ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ധർമ്മസമരത്തിന് പോയ പ്രിയപ്പെട്ട മകനെ കാണാൻ കഴിയാതെ ആകുലതയോടെ വ്യാകുലതയോടെ ഒരു മാതാവ് വന്ന് പൊട്ടിക്കരയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം കുനിച്ചിരുന്നു പോയി. കാരണം റസൂലുള്ളാഹിക്കറിയാം ഹാരിസാക്ക് എന്ത് പറ്റിയെന്ന്, ഹാരിസാക്ക് എന്ത് പറ്റിയെന്ന് തുറന്നു പറയാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂൽ മുഖം കുനിച്ചു നിൽക്കുമ്പോ ആ സമയത്തും ഹാരിസ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അസാബഹു സഹുമന ഗർബുൻ, അസാബഹു സഹുമന ഗർബുൻ, എന്റെ മകനായ ഹാരിസാനെ ആരോ ഒളിയമ്പെയ്ത് കൊന്നു എന്ന് ഞാൻ അറിഞ്ഞു നബിയേ. രണാങ്കണത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ ആരുടെ ഒളിയമ്പ് നെഞ്ചിലേക്ക് തുളച്ചു കയറി എന്റെ ഹാരിസ വഫാത്തായെന്നറിഞ്ഞു നബിയേ. അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. തന്റെ മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഇനി എന്ത് വിശേഷമാ മകനെ കുറിച്ച് അറിയേണ്ടത്? ഓ സമയത്ത് ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ചോദിക്കുന്നതെന്താ? യാ റസൂലല്ലാഹ്, സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ മകന്റെ മരണത്തിന് സാക്ഷികളായവരോട് നമുക്ക് ചോദിക്കാനുള്ളതെന്താ? ഗൾഫിൽ വെച്ചെങ്ങാനും മകൻ മരണപ്പെട്ടു പോയാൽ ഗൾഫിൽ അടുത്തുള്ള സുഹൃത്ത് നാട്ടിൽ വന്ന അവനോട് ഉമ്മയ്ക്ക് ചോദിക്കാനുള്ളതെന്താ? എന്റെ മകനായ ഹാരിസ നബിയെ, അവന്റെ ശരീരത്തിലേക്ക് ചാട്ടുളി തുളച്ചു കയറി മുതുകിലൂടെ വെളിയിലോട്ട് ചാടി എന്റെ മകന്റെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ അവൻ ഉമ്മ എന്ന് വിളിച്ചു നബിയേ. അവൻ ഉമ്മ എന്ന് വിളിച്ച അവസാനം എന്നെ വിളിച്ചവൻ കരഞ്ഞോ നബിയേ. അറിയാൻ താല്പര്യമില്ല ഉമ്മ ഹാരിസാക്ക് നബിയേ. അവന്റെ ശരീരത്തിലെ രക്തം മുഴുവനും തടം തല്ലിയാ തൊടുകി തൊണ്ടവരണ്ടുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുമ്പോ എന്റെ പൊന്നുമോനായ ഹാരിസ വെള്ളം വെള്ളമെന്ന് പറഞ്ഞ് നിലവിളിച്ചോ നബിയേ. അറിയാൻ താല്പര്യമില്ല ഉമ്മ ഹാരിസാക്ക്. ഉമ്മ ഹാരിസ എന്ന മാതാവിന് അറിയേണ്ടതെന്താ? അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, ഓ നബിയേ, വഇൻ കാന ഫിൽ ജന്നത്തി وأنا من غير أهلها اجتهدت عليه بالبكاء. ഓ നബിയേ, എന്റെ മകനായ ഹാരിസ അങ്ങയുടെ ദീനിനു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പാടുപെടുമ്പോ അവന്റെ വെട്ടിമുറിക്കപ്പെട്ട കൈകാലുകൾക്ക് പകരമായി തടം തല്ലൊഴുകിയ രക്തത്തുള്ളികൾക്ക് പകരമായി നാളെ അല്ലാഹു അവന് സ്വർഗം കൊടുത്താൽ എന്റെ മകനെ എനിക്ക് ഇവിടെ വെച്ച് പിരിഞ്ഞാൽ കുഴപ്പമില്ല. നാളെ സ്വർഗത്തിൽ വെച്ച് എന്റെ മകനെ എനിക്ക് കാണാൻ കഴിയുമോ? എന്നാൽ ഞാൻ ക്ഷമിച്ചു നബിയേ. അതല്ല വഇൻ കാന മിൻ ഗൈരി അഹ്ലിഹാ, എന്റെ മകനെങ്ങാനും നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ഇജ്തഹത്തു അലൈഹി ഫിൽ ബുകാ, എന്റെ മകനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുനീര് വെട്ടിപ്പോകും നബിയേ. ഓ നബിയേ, എന്റെ മകൻ സ്വർഗാവകാശിയാണോ അതല്ല നരകാവകാശിയാണോ? അള്ളാന്റെ റസൂലും ഹാരിസയോട് പറയുന്നു, ഹാരിസ വിഷമിക്കണ്ട. വഇന്ന ബിനക അസാബ ജന്നത്തുൽ ഫിർദൗസൽ അലാ, വഇന്ന ബിനക അസാബ ജന്നത്തുൽ ഫിർദൗസൽ അലാ. നിന്റെ മകനായ ഹാരിസ, നിന്റെ മകനായ ഹാരിസ അള്ളാന്റെ ജന്ന
ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാന്ന് പറയുമ്പോ അതേവരെ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ മാടാവോ ബഖിൻ ബഖിൻ യാ ഹാരിഫ, സബാഷ് മോനെ സബാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് തിരിച്ചു പോയെങ്കിൽ ആരെക്കുറിച്ചാ ഞാൻ ഈ പറയുന്നതെന്നറിയുമോ? സ്വന്തം മകന്റെ മരണവൃത്താന്തം അറിയുമ്പോ ആ മകൻ നാളെ സ്വർഗത്തിലാണെങ്കിൽ ക്ഷമയോടെ ചിരിച്ചുകൊണ്ട് കടന്നുപോയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കള് അവരൊക്കെ മക്കളെ വളർത്തിയത് സ്വർഗത്തിന് വേണ്ടിയാ. അവരൊക്കെ മക്കളെ വളർത്തിയത് സ്വർഗത്തിൽ കാണാൻ വേണ്ടിയാ. അവരൊക്കെ മക്കളെ വളർത്തിയത് നാളെ പരലോകത്തവരുടെ കൈ പിടിക്കാനാ. അവരൊക്കെ സന്താനങ്ങളെ പോറ്റി വളർത്തിയത് നാളെ പരലോകത്തിന് വേണ്ടിയാ. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോയത്. അവനെ നമുക്ക് ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അവൻ എത്രയെത്രയോ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്, ശരി തന്നെ ആക്കിക്കൊള്ളുക. പക്ഷേ അവനെ ദീനിയായൊരു ചുറ്റുപാടിൽ വളർത്തണ്ട്, അവനെ നമസ്കാരമുള്ളവനാക്കണ്ട്, അവൻ നോമ്പ് പിടിക്കുന്നവനാക്കണ്ട്, അവൻ അല്ലാ എന്ന് വിളിക്കുന്നവനാകണ്ട്. അവൻ പള്ളിയിൽ നിന്ന് തൈക്കാവിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് പടങ്ങുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാകണ്ടേ. അവന് ധർമ്മമറിയുന്നവനാകണ്ടേ. അവനെ ഒരു മദ്യപാനിയാക്കണോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, അൽ ഉമ്മഹഖുലു തർബിയത്തുൽ ഔലാദ്. ഉമ്മമാരാണ് മക്കളെ തർബിയത്ത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കടമയുള്ളവർ. അതുകൊണ്ട് മാതാപിതാക്കളെ മറക്കരുത്. എപ്പോൾ ദുആ ചെയ്താലും ഒരു മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആയാണ്. എത്ര ആളുകൾ 5 വഖത്ത് നമസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവേ എന്റെ മക്കൾ അവരെ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അതുപോലെ ചെയ്യാൻ കഴിയാറ്. അവൻ മദ്യപിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവൻ എവിടെ പോയാലും ആദ്യമാരെയാ പറയേണ്ടത്? അല്ലാഹു നിന്നോട് ചെയ്യാൻ പറഞ്ഞത് നീ ചെയ്തോ? അല്ല പറഞ്ഞത് എന്താ? 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്നാൽ നമ്മുടെ മക്കൾ ആരാകുമെന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയെ പോലെയാകും. വാപ്പാ മകനെ കൊല്ലാൻ വേണ്ടി, കഴുത്തറുക്കാൻ വേണ്ടി കത്തി കഴുത്തിലോട്ട് വെക്കുമ്പോ, മൂർച്ചയുള്ള കത്തി തന്റെ കഴുത്തിലോട്ട് താടാൻ പോകുമ്പോ ആ സമയത്ത് പിതാവേ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ആരാ പറയുന്നത്? പിതാവ് രാവിലെ എഴുന്നേറ്റിട്ട് മകനോട് പറയുകയാ, മകനെ വാപ്പ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം മറ്റൊന്നുമല്ല, നിന്നെ ബലിയെറുത്തിട്ട് അല്ലാഹുക്ക് കൊടുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാ. നമ്മളെങ്ങാനും നമ്മുടെ മക്കളോട് പറഞ്ഞ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും? ഇബ്രാഹിം നബി പൊന്നുമോനോട് പറയുന്ന, മോനെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, നിന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കാൻ എന്താ അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ പൊന്നുമോ പറഞ്ഞത് എന്താണെന്നറിയുമോ? റസൂലേ, പിതാവേ അങ്ങയോട് എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നാളെ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കാണാന്ന് പറഞ്ഞ പൊന്നുമോനോ അതെങ്ങനെ കിട്ടിയതാണെന്നറിയുമോ? ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്മായിൽ നബി ഇത്രയും നല്ല അനുസരണയുള്ള മോനാക്കി കൊടുത്തതെന്താ? അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഖുർആനിൽ ഏതൊക്കെ ഭാഗത്ത് ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ഗുണപാഠമായത് അറിയുമെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊള്ളുക. ഖുർആൻ എവിടെയൊക്കെ ഇബ്രാഹിം നബിയുടെ ദുആ അല്ലാഹു പറയുന്നുണ്ട്, അവിടെയൊക്കെ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ജഅൽനി മുഖീമസ്സലാ. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 5 നേരവും നിസ്കരിക്കുന്നവനാക്കി നീ എന്നെ ആക്കണേ അല്ലാ. എന്നെ മാത്രമല്ല വമിന ദുരിയതി, എന്റെ മക്കളെയും നീ അങ്ങനെ ആക്കണേ അല്ലാ. എവിടെയൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹിനോട് കാര്യമായിട്ട് ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും?
എത്ര പേര് നിസ്കരിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്? സ്വന്തം മക്കൾക്ക് വേണ്ടി. എന്റെ സഹോദരി, നീ നിന്റെ മക്കളെ കുറിച്ചിട്ട് ഇത്രയും ആവലാതിയും വേവലാതിയും ഒക്കെ പറയുമ്പോ വീട്ടിലെ മുസല്ലയിൽ കമിഴ്ന്ന് കിടന്ന് സുജൂദി കിടന്ന് അല്ലാഹുവേ എന്റെ കുഞ്ഞുങ്ങൾ പടച്ചവനെ അവര് ഗൾഫിലാണ്, അവര് ജീവിതത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, പടച്ചവനെ നീ അവർക്ക് നന്നാക്കണേ അല്ലാഹുവേ, വഴി തെറ്റിക്കല്ലേ അല്ലാഹുവേ, പടച്ചവനെ എന്നെ പോലെ എന്റെ മക്കള് നിസ്കാരക്കാരനാക്കണേ അല്ലാഹുവേ. എത്ര പേര് ദുആ ചെയ്യാറുണ്ട്? പടച്ചവൻ എന്റെ മോൻ SSLC ജയിക്കണേ അല്ലാഹുവേ, +2 ജയിക്കണേ അല്ലാഹുവേ. നമ്മൾ ദുആ ചെയ്യും. എന്റെ മോൻ ഡോക്ടർ ആകണേ അല്ലാഹു, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവണം. അതോടൊപ്പം തന്നെ അല്ലാഹു എന്റെ മകനെ നീ 5 നേരം നിസ്കാരക്കാരനാക്കണേ എന്നെ പോലെ. വാപ്പാ നിസ്കരിച്ചിട്ടുണ്ടെ മോൻ നിസ്കരിക്കുക. വാപ്പാ നിസ്കരിച്ചാലല്ലേ മോൻ നിസ്കരിക്കൂ. വാപ്പ എങ്ങനെ ജീവിക്കണതനുസരിച്ച് മക്കളും ജീവിക്കും, ഇല്ലേ? ആദ്യം വാപ്പാ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. ഇത് വാപ്പാ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. വാപ്പായും ഉമ്മായും എങ്ങനെ ജീവിക്കണോ? ഒരു മോനെ സുന്നത്ത് കല്യാണം നടത്താൻ വേണ്ടി പിടിച്ച്, മോനെ മാർക്ക കല്യാണം നടത്താൻ വേണ്ടി വിളിച്ച്, ഒസാ വീട്ടിൽ വന്നപ്പോ ഇവ ഇറങ്ങി ഓടി. ഇവ ഓടിച്ചെന്നൊരു മരത്തിന്റെ മുകളിൽ കയറി വന്നു. ഉമ്മ മരത്തിന്റെ താഴെ നിന്ന് വിളിയോട് വിളിയാ, മോനെ ഇറങ്ങി വാടാ. ഞാൻ വരൂല്ല. എടാ ഇറങ്ങി വാടാ, നിന്റെ സുന്നത്ത് കിടത്തിട്ടാ, അള്ളാണെ ഇറങ്ങി വരൂല്ല. ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് വിളിച്ച് മടുത്തടാ, മോനെ നീ ഇറങ്ങി വാടാ, എന്റെ സുന്നത്ത് കിടത്തിട്ട് ഇറങ്ങി വാടാ. ഇവ എന്ത് ചെയ്താ മരത്തിൽ നിന്ന് ഇറങ്ങൂല. അവസാനം ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് മടുത്ത്, മോനെ എടാ സുന്നത്ത് നടത്തിനോടാ, അത് നടത്തിയില്ലേ ശരിയാവൂലടാ, നീ ഇറങ്ങി വാടാ. ഞാൻ ഇറങ്ങൂല. അവസാനം നിന്ന് മടുത്ത് വന്ന് കലി വന്നപ്പോ ഉമ്മ അറിയാം, എന്നാ പിന്നെ ഒരു കാര്യം, നീ ഇറങ്ങണ്ട, നീ നിന്റെ വാപ്പാനെ പോലെ തന്നെ നടക്കും. വാപ്പായും മോനും ഒരുപോലെ നടക്കും. വാപ്പയും ഉമ്മയും എങ്ങനെയാണ്? എന്റെ സഹോദരി, നീ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു, സ്ഥലത്തിന്റെ പേരും എനിക്ക് കണ്ടുകുഴി, കണ്ടാലും കൊണ്ടാലും കൊണ്ടില്ലേ എന്തേലും ഒഴിക്കട്ടെ. കണ്ടുകുഴിയിൽ ഈ തൈക്കാവില് ബാങ്ക് മഗ്‌രിബിന് വിളിച്ചു. ഒരു സ്ത്രീ, അവള് പോയി ഒളു എടുത്ത് മുസല്ലയുമായിട്ട് വന്ന് വീട്ടിൽ മുസല്ല വെച്ചു. അള്ളാഹു കൊണ്ട് കൈകെട്ടി നിസ്കരിച്ചു. നിന്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി ഉമ്മ നിസ്കരിക്കുന്നുണ്ടാ കൂടെ വന്ന് നിസ്കരിക്കും, ഇല്ലേ? ഉമ്മ നിസ്കരിച്ചാൽ വന്നെടുത്ത് നിസ്കരിക്കുവോ? വാപ്പ പള്ളിയിലോട്ട് പോകണം. പോകുന്ന വഴിയിൽ നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ, കൊച്ചുമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ കൈയും പിടിച്ചുകൊണ്ട് മക്കളെയും കൊണ്ടുപോകുമായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം. നമ്മൾ ഇത്രയൊക്കെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ദീനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.